എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ അല്പം വ്യത്യാസമുള്ളതാണ്. സാധാരണ ഉള്ള ആധ്യാത്മിക കഥ അല്ല, എന്നാൽ ആധ്യാത്മികം തന്നെയാണ് വിഷയവും. ഇന്നത്തെ വിഷയം പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് വളരെ ഭക്ത്യാദരപൂർവം വടക്കൻ കേരളം കണ്ണൂരിൽ തളിപ്പറമ്പ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മുത്തപ്പൻ ക്ഷേത്രം, മുത്തപ്പൻ മടപ്പുര എന്നാണ് അതിന് പറയുക. പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര. ജനലക്ഷങ്ങളാണ് മുത്തപ്പൻ മടപ്പുരയിലേക്ക് പ്രവഹിക്കുന്നത്, മുത്തപ്പൻ്റെ അനുഗ്രഹം തേടുന്നതിനവിടെ എത്തുന്നത്. അതിനുവേണ്ടി ഒരുങ്ങി ആ ക്ഷേത്ര ദർശനത്തിന് പോകേണ്ടതുണ്ട്. എന്നാൽ ഒരു ഭാഗ്യം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഉണ്ടായത്, പറശ്ശിനിക്കടവിലെ ആ മുത്തപ്പൻ തെയ്യം തിരുവല്ലയിൽ, ഇങ്ങ് മധ്യ തിരുവിതാംകൂറിലെ ഒരു തിരുവല്ല എന്ന ആ സ്ഥലത്ത് വരാനൊരു സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ആവിഷ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള തെയ്യമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റേത്. ഒന്ന് തിരുവപ്പൻ, അത് വലിയ മുത്തപ്പൻ എന്നും പറയും. തിരുവപ്പൻ മഹാവിഷ്ണുവിൻ്റെ പ്രതിരൂപമാണ്. മറ്റൊന്ന് വെള്ളാട്ട്, അതായത് ചെറിയ മുത്തപ്പൻ, അത് പരമശിവൻ്റെ സാക്ഷാത്കാരമാണ്. അങ്ങനെ ശിവനും മഹാവിഷ്ണുവും രണ്ട് തരത്തിൽ, രണ്ട് തെയ്യ രൂപങ്ങളായി ആവിഷ്കരിക്കപ്പെടുന്നതാണ് പറശ്ശിനിക്കടവ് മടപ്പുര എന്ന പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലുള്ളത്. അതിൻ്റെ ചരിത്രമെല്ലാം എല്ലാവർക്കും ലഭ്യമാണ്. അതുകൊണ്ട് ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. പകരം തിരുവല്ലയിൽ അത് എത്താനുണ്ടായൊരു സാഹചര്യം, തിരുവല്ലയിൽ ശ്രീ സന്തോഷ് സീത ദമ്പതികൾ, അവർ മുത്തപ്പൻ്റെ, പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ്റെ ആ ക്ഷേത്രത്തിൽ മടപ്പുരയിൽ സന്ദർശിക്കുകയും തൊഴാൻ പോവുകയും പിന്നീട് മുത്തപ്പൻ്റെ ആ ആരാധനാക്രമത്തിൽ അവർക്കുണ്ടായ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും മൂലം അതവർ മുത്തപ്പൻ സ്വന്തം വീട്ടിലേക്ക് മുത്തപ്പനെ ക്ഷണിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് മുത്തപ്പൻ തിരുവല്ലയിലെത്തുന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ തിരുവല്ലയിലും മുത്തപ്പൻ്റെ അനുഗ്രഹം തേടിയെത്തി. ഈ വെള്ളാട്ട് എന്ന പരമശിവൻ്റെ തെയ്യമാണ് ഇവിടെ തിരുവല്ലയിൽ ആവിഷ്കരിച്ചത്. ആ മുടി, വെള്ളാട്ട് തെയ്യത്തിൻ്റെ ആ മുടി ധരിച്ചു കഴിഞ്ഞാൽ ഭക്തർക്ക് ആ മുത്തപ്പൻ തെയ്യത്തോട് തങ്ങളുടെ ആഗ്രഹങ്ങൾ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ തങ്ങളുടേതായ എന്ത് പ്രശ്നങ്ങളും അവതരിപ്പിക്കാം. അതിനുള്ള മറുപടി മുത്തപ്പൻ നൽകുകയും ചെയ്യും. ഏകദേശം രാത്രി 11 മണി വരെ നീണ്ടുനിന്ന ഭക്തജനങ്ങളുടെ ക്യൂ മുത്തപ്പനോട് സംഭാഷണം ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു വലിയ അനുഗ്രഹപൂർവമായ ഒരു ദിവസമായിരുന്നു ഇവിടെ. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ തുടർന്ന് കാണുന്നത്. 50 വർഷമായി, കഴിഞ്ഞ 50 വർഷമായി ഈ മുത്തപ്പൻ തെയ്യം കെട്ടുന്ന
മുത്തപ്പൻ മടപ്പുരവുമായി ബന്ധപ്പെട്ട ശ്രീ ബാലകൃഷ്ണൻ പെരുവണ്ണാനും അദ്ദേഹത്തിൻ്റെ മകനുമാണ് ഇവിടെ മുത്തപ്പൻ തെയ്യം കെട്ടിയാടുന്നതിനായിട്ട് എത്തിയത്. അവരുടെ ആ ക്ഷേത്ര പരിവാരങ്ങളും എല്ലാവരും വാദ്യമേളങ്ങളും എല്ലാം കൂടെ ചേരുന്ന ആ ക്ഷേത്ര പരിവാരങ്ങളും എല്ലാം ഇവിടെ എത്തിയിരുന്നു. ആ 50 വർഷമായി മുത്തപ്പൻ തെയ്യം കെട്ടിയാടുന്ന ബാലകൃഷ്ണൻ പെരുവണ്ണാൻ അദ്ദേഹത്തിൽ നിന്ന് ഒരു പൊന്നാട സ്വീകരിക്കാനുണ്ടായ ഭാഗ്യവും ഈ അവസരത്തിൽ ഉണ്ടായി എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ആ നടന്ന ചടങ്ങുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. തീർച്ചയായും പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ആ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ ഒരു നേർക്കാഴ്ച മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഈ സാഹചര്യം ഒരനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. സമയമാണെങ്കിലും എല്ലാവരോടും വിശേഷങ്ങൾ പങ്കുവെച്ച് അവരെ ഈ പരിപാടിയുടെ ഭാഗമാക്കാൻ നമുക്ക് കഴിഞ്ഞു. മുത്തപ്പൻ്റെ അനുഗ്രഹം. അതുപോലെ തന്നെ ഈ പരിപാടി ഹോസ്റ്റ് ചെയ്തത് നമ്മുടെ സന്തോഷേട്ടൻ സാരംഗ്, അതുപോലെ ശിവചേച്ചി, ആ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് മുത്തപ്പൻ്റെ നാമത്തിൽ ആശീർവദിക്കുകയാണ്. അതേപോലെ ഈ വെള്ളാട്ട ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതേ വേദിയിൽ വെച്ച് തന്നെ രണ്ട് കലാകാരന്മാരെ ആദരിക്കാനുള്ളൊരു അവസരമുണ്ടായി. അതിൻ്റെയും സ്വാഗതവും എല്ലാം ഞാൻ തന്നെയായിരുന്നു. അതെ അതെ. അതേപോലെ തന്നെ ഇപ്പോ സമാപനത്തിന് ശേഷം ഈ വൈകിയ വേളയിൽ നമ്മളോടൊപ്പം ഇവിടെ നമ്മുടെ അതുപോലെ വിശ്വൻ ചേട്ടൻ, ഗുരുജി, സുരേഷ് സാറ് എല്ലാവരും ഉണ്ട്. ഇപ്പോ സുരേഷ് സാറിനെ കുറിച്ച് പറഞ്ഞാൽ സുരേഷ് സാറ് എന്റെ ഗുരുനാഥൻ കൂടാണ് വയലിനില്. അപ്പോ അദ്ദേഹത്തിനെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ വേദിയിൽ വെച്ച് മുത്തപ്പൻ നമുക്കെല്ലാം അനുഗ്രഹമായി തീരുവാൻ വേണ്ടി മുത്തപ്പന്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ അദ്ദേഹം ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ അദ്ദേഹം വയലിന് സ്പെഷ്യലിസ്റ്റ് ആണ്, എന്റെ ഗുരുനാഥൻ കൂടാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സഹപാഠി ചിത്രകലാ രംഗത്ത് അഗ്രഗണ്യനായിട്ടുള്ള വിശ്വൻ ചേട്ടന്, അതുപോലെ തന്നെ ഗുരുജിയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ സ്ഥാനീയനാണ്. അദ്ദേഹം ഭഗവാനെ ദർശിക്കാൻ പലപ്പോഴും സാധിക്കും. പക്ഷെ ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളത് ഔദ്യോഗികമായിട്ട് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ ആഴ്ച പത്മശ്രീമാനായിട്ടുള്ള ഒരു ആചാര്യനെ ഇതുപോലെ ഒരു ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. ആ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്തൊരു മാസയിലേക്ക് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് ഇത് ഇവിടെ വരാൻ തരാവുന്നത്. ചെറിയൊരു പ്രാർത്ഥന അങ്ങോട്ട് പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു ചടങ്ങ് വേറെ ഒന്നുണ്ട്. ലോകാനുഗ്രഹത്തിനായിട്ട് മുത്തപ്പൻ
ഇവിടെ ഈ ഭവനത്തിൽ സ്ഥിരമായി കുടികൊള്ളണേ. ലോകാനുഗ്രഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായന. മുത്തപ്പൻ കുടികൊള്ളുന്നത് കൊണ്ട് സുഖം അനുഭവിക്കാൻ യോഗമുണ്ടാവണേ. സുഖായന സാന്നിധ്യം ച തഥാദേവ. എല്ലാ കർമ്മങ്ങളിലും വീട്ടിൻ്റെ ഉള്ളിൽ അടുക്കളപ്പണി പല പണികളും ഉണ്ടാവും. മുത്തപ്പന്റെ സാന്നിധ്യം ഉണ്ടാവണം. പ്രത്യഹം പരിവർത്തതാം. ഇത് ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രമാണ്. ഇത് എന്തോ ഭഗവാൻ തോന്നിച്ച അമ്പലപ്പുഴത്ത് അവര് തോന്നിച്ചതാണ്. അവിടുത്തെ ഒരകത്തുള്ള ചടങ്ങിന്റെ ഭാഗത്തായിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഈ ഭവനത്തിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയാണ്. ഞാൻ ഇവിടെ പാർശ്വനികരോട് നമുക്ക് പോകാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ പല സാഹിത്യ ആരോഗ്യവും പല പ്രകടനവും ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇതുപോലെ ഒരു ചടങ്ങ് ഉണ്ടായതാണ്. അതുപോലെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ വരാൻ തോന്നണം. അത് തോന്നാനൊരു ഈശ്വരാധീനം ഉണ്ടാവണം. നമ്മുടെ മാനുഷികമായിട്ടുള്ള ഏത് എഫോർട്ടിനും അതിൻ്റെ പൂർണ്ണ ഫലം കൈവരിക്കണമെങ്കിൽ ഈശ്വരാധീനം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പ്രയത്നത്തിന് ഫലം ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും സത്യവും നീതിയും ധർമ്മവും പാലിച്ചുകൊണ്ട് ഭഗവാനെ സ്നേഹിക്കുക. മുത്തപ്പൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മുത്തപ്പൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ജീവിതയാത്രയിൽ ഒരു തരത്തിലും ഒരു പരാജയം സംഭവിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പെടുത്തുകൊണ്ട് ഞാൻ ഈ മഹനീയ കർമ്മം ഉപയോഗിക്കും. എഴുതും. കേരള കോമഡിയുടെ എഡിറ്റർ ആയിരുന്നു. മനുഷ്യന്റെ പിന്നെ കിടക്കൽ ഗുഹയിൽ പോയി കഴിഞ്ഞാൽ ഗുഹാചിത്രങ്ങളിൽ ഒരു കാലഘട്ടത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക ചിത്രം ഒക്കെ വെളിപ്പെടുത്തുന്നത് അത്രത്തോളം പ്രാധാന്യപ്പെട്ട ഈ ചിത്രകല. അപ്പോൾ നിങ്ങൾക്ക് അത് ഇനിയും അതിൻ്റെ ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഇപ്പോഴോട് അപേക്ഷിക്കുന്നു. എല്ലാവിധ അനുഗ്രഹവും സാധിക്കും. ഞങ്ങളുടെ ഗുരുനാഥനാണ്. കുറെ ശിഷ്യന്മാരുണ്ട്. ഇനി കൂടുതൽ ശിഷ്യ സമ്പത്ത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഗുരുവിന് പൊന്നാട കിട്ടിയപ്പോ നമ്മൾ വെള്ളാട്ടം നടത്തുന്ന മുത്തപ്പനാണ്. കർശനിക്കളവിന്റെ എല്ലാമായ നമ്മുടെ കർശനിക്കളവ് മുത്തപ്പനാണ്. മുത്തപ്പനെ നമ്മൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ വയലിൻ കലയും പ്രാഗത്യം നേടിയ സാറിന്റെ പേര് സുരേഷ് വിശ്വനാഥ് മറ്റ് ആദരണീയരായ കലാകാരന്മാരെ സഹോദരി ഇതൊരു ചെറിയ സാധാരണങ്ങളും ഒരു വലിയ ഒരു അനുഭൂതി ഉണ്ടാകുന്ന ഒരു രംഗമാണ് ഇപ്പോൾ സംജാതമായി. ഇത്തരത്തിലുള്ള മഹത് വ്യക്തികളെ ആദരിക്കാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തുക എന്നുള്ളത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടാണ്. അതിൽ വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. അതോടൊപ്പം തന്നെ എന്നെ ഇതിലേക്ക് ചുമതലപ്പെടുത്തി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്.
പ്രോത്സാഹനം ചെയ്യപ്പെടുന്ന ആളുകൾ വർഷത്തിൽ ഈ കർമ്മത്തിൽ പങ്കെടുത്തതിലും അതുപോലെ തന്നെ കലാകാരന്മാരായിട്ടുള്ള ആളുകളൊക്കെ മുത്തപ്പൻ കലയുടെ ആവശ്യമാണ്. കലയോട് അത്രയും ചേർന്ന ഒരു ദൈവമാണ്.